ഹലോ ഗേസ്, ഇന്ന് ടാങ്കി വൃത്തിയാക്കാനുള്ള പരിപാടിയാണ്. ഒരു ടാങ്ക് വൃത്തിയാക്കാനുള്ള ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടോ, ഇത് ടാങ്കി നല്ല വൃത്തികേടാണ്. അതായത് കഴിഞ്ഞ വേനൽക്ക് വെള്ളമൊക്കെ താന്ന സമയത്ത് അടിച്ച് കയറ്റിയിട്ട് ടാങ്ക് നല്ല വൃത്തികേടാണ്. വെള്ളം വേണ്ട, ഫുള്ള് ചളി പിടിച്ചിരിക്കുകയാണ്. നമുക്കത് എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാമെന്നുള്ള ഒരു വീഡിയോസാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മൾ സോപ്പ് പൊടി ഇതൊന്നല്ല, അതിൻ്റെ പിടിക്കുന്ന സോപ്പ് പൊടി നല്ലത്. ഇത് ഉപ്പാണ്. ഉപ്പ് കൊണ്ട് നമുക്ക് ടാങ്ക് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല ക്ലീനാവും. കണ്ടോ, ഉപ്പാണിത്. സോപ്പ് പൊടിയല്ല, ഇത് ഉപ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇത് കണ്ടോ, സാൾട്ട്, ഉപ്പാണിത്. കുറച്ചിരിക്കും. പിന്നെ ഇത് പുതുക്കിടാം. ഗൈസ്, ഇതിലേക്ക് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ, ടാങ്കി ഫുള്ള് ചളിയാണ്. കണ്ടോ, ചളി. ആ വേനൽക്കാലത്ത് നമ്മൾ വെള്ളം കുറവുള്ള സമയത്തൊക്കെ അടിച്ചിട്ട് അടിഭാഗത്തുള്ള വെള്ളം അടിച്ചിട്ട് ഉള്ള ചളിയത് ഫുള്ള് ചളിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചളി എങ്ങനെ കളയാന്നുള്ളത് കൊണ്ട് സോപ്പ് പൊടി നല്ല കേട്ടോ. സോപ്പ് പൊടി ഉപയോഗിച്ചാലൊക്കെ നമുക്കിത് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിയാൽ തണുക്കളൊക്കെ ചാവുകയും ചെയ്യും, പിന്നെ ഉള്ള വൃത്തിയാവുകയും ചെയ്യും. ഭയങ്കര ഇതാവും. ഞാനതാ ചെയ്യാൻ പോണേ. എല്ലാവരും ഈ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഗൈസ്, ഉപ്പ് കാണാല്ലേ? ടാങ്കിലുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാട്ടോ വീഡിയോ ഇങ്ങനെ ബുദ്ധിമുട്ട് ചെയ്യുന്നു. നമ്മൾ ഉപ്പ് നല്ല മിക്സാക്കുക. നല്ല മിക്സാക്കുക. ഉപ്പെല്ലാം ഇതിൽ പിടിച്ചിട്ടെല്ലാം മിക്സ് ആക്കണം. നമ്മൾ ഉപ്പ് മിക്സ് ആക്കിയിട്ട് അത് അരിയും. കണ്ടോ, വെള്ളം പോലെ അരിയും. വെള്ളം പോലെ അരിഞ്ഞിട്ട് നമ്മളത് നല്ല അമർത്തി തേക്കുക. നിങ്ങളറിയാലോ ചളി എങ്ങനെ കളയേണ്ടത്. നല്ല അരച്ച് കഴിഞ്ഞാൽ ചളിയൊക്കെ പോയില്ലേ, അങ്ങനെ നല്ല അരയ്ക്കുക. ചക്കര, ആ ബക്കറ്റ് എടുത്ത ബക്കറ്റ്. ടാങ്കിൽ വെള്ളമാവണ്ടേ, ഉപ്പ് എവിടെ വെക്കാൻ പാടില്ല, അത് കാരണം ഒരു ബക്കറ്റ് എടുത്തിട്ട് നമുക്കത് കാലിന് വെച്ചെടുക്കുക.
ഞാൻ ഈ വലിയ ബക്കറ്റിക്ക് കൂട്ടട്ടെ. എന്നുവെച്ചാലേ വെള്ളം ഉണ്ടേ, ഇപ്പോൾ സ്ഥലം കൊണ്ട് വെക്കാൻ സ്ഥലമില്ല. ചളി നല്ല ഇതിൽ പോകും. നമ്മൾ സോപ്പ് പൊടിയുടെ ആവശ്യമില്ല, സോപ്പ് പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വലിയ ഇത് നോക്കാതെ എടുക്കാം. എന്ത് കറിയും ടാങ്കിന് വെച്ചിട്ട് കറ പോകും. ഇപ്പം ഉണ്ടോ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്, അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അടിയാണ് വൃത്തിയാക്കണം. അപ്പം മുകൾ ഭാഗമൊക്കെ ഉണ്ടോ നല്ല വൃത്തിയായില്ലേ. ഇനി ചളി വെള്ളം കളഞ്ഞിട്ട് നല്ല വെള്ളം കൊണ്ട് ഒന്നുകൂടി കഴുകി കഴിഞ്ഞാൽ സൂപ്പറാവും. ഇത് നിങ്ങൾക്കൊക്കെ ചെയ്യാന്നേ ഉള്ളൂ. വെള്ളം വാങ്ങാനോ അപ്പുറത്ത് മേടിക്ക്. അയ്യോ ഞാൻ ബക്കറ്റ് കഴിഞ്ഞു. നല്ല കളിയുണ്ടല്ലേ. ഞാൻ നല്ല മുറുക്കിട്ട് ഇത് കളിക്കുവോ? എനിക്ക് കളിക്കണില്ല. അവസാനത്തതാണ്, തുണി കൊണ്ടാണ് നമ്മൾ തുടച്ചിരിക്കണില്ല. ചളി കൊടുക്ക്, അച്ഛനെ കൊടുക്ക്. നമ്മൾ ഉപ്പിന്റെ പരിപാടിയിലാണ്. അത് അവിടെ ഉണ്ട്. കുട്ടി ഓക്കെ അതാക്കിട്ടോ. ലാസ്റ്റ് ഫിനിഷിംഗ് എത്തി. അത്രയും വൃത്തിയായി. നാളത്തെ കണ്ട ടാങ്കിലെ പോലെ ചിലപ്പോ ഫുള്ള് വൃത്തിയായില്ലേ. വേണ്ട ദണ്ണെന്ന് പറയുന്നുണ്ടോ? ഓക്കെ 1000